പ്രിയമുള്ളവരെ, ഇന്ന് വലിയ നോമ്പിൽ 31-ാം ദിനം. ദൈവം തകർത്ത കൂടാരം. പ്രശസ്ത സുവിശേഷകനായിരുന്ന റെയ്നാർഡ് ബോങ്കയ്ക്ക് സഞ്ചരിക്കുന്ന ഒരു കൂടാരമുണ്ടായിരുന്നു. 45,000 പേർക്കിരിക്കാവുന്ന ആ കൂടാരം ഒരു പട്ടണത്തിലെ കൺവെൻഷൻ കഴിയുമ്പോൾ അടുത്തതിലേക്ക് ട്രക്കുകളിൽ കൊണ്ടുപോകും. സുവിശേഷ പ്രഘോഷണ രംഗത്ത് ഒരു അത്ഭുതമായിരുന്നു സഞ്ചരിക്കുന്ന ഈ കൂടാരം. ഒരിക്കൽ അവർ ആഫ്രിക്കയിൽ ഒരു പട്ടണത്തിൽ കൺവെൻഷനായി കൂടാരമടിച്ചു. 45,000 പേർക്കിരിക്കാവുന്ന വിധത്തിൽ എല്ലാ സജ്ജീകരണങ്ങളും നടത്തി. പിറ്റേ ദിവസം വൈകുന്നേരം കൺവെൻഷൻ ആരംഭിക്കുകയാണ്. എന്നാൽ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായ ആ രാത്രിയിൽ ഭയങ്കരമായ ഒരു കൊടുങ്കാറ്റിൽ ആ കൂടാരം മുഴുവൻ തകർന്നു വീണു. എല്ലാവരും നിരാശരായി. പക്ഷേ ബോങ്കെ നിരാശനായില്ല. അദ്ദേഹം മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിച്ചു. ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല എന്ന് അദ്ദേഹത്തിന് ഉറപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ തകർന്ന കൂടാരത്തെ പ്രതി തൻ്റെ സുവിശേഷ പ്രഘോഷണം മാറ്റിവെക്കുവാൻ അദ്ദേഹം തയ്യാറായില്ല. തുറന്ന സ്ഥലത്ത് കൂടാരമില്ലാതെ തന്നെ പ്രസംഗിക്കാൻ അദ്ദേഹം തയ്യാറായി. എന്നാൽ ആ സുവിശേഷ യോഗത്തിൽ അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷയുടെ ചരിത്രത്തിൽ ആദ്യമായി 75,000 ആളുകൾ പങ്കെടുക്കുകയുണ്ടായി. അപ്പോഴാണ് കർത്താവിൻ്റെ പദ്ധതികൾ അവർക്ക് മനസ്സിലായത്. 45,000 പേർക്കിരിക്കാവുന്ന കൂടാരത്തിനുള്ളിൽ എങ്ങനെ 75,000 പേരെ ഉൾക്കൊള്ളിക്കാൻ സാധിക്കുമായിരുന്നു? മാത്രമല്ല, അന്നുവരെയും അവരുടെ പ്രാർത്ഥന കൂടാരം നിറയെ ആളുകൾ വരണമേ എന്നതായിരുന്നു. 45,000 ആളുകൾ എന്ന വേലിക്കെട്ടിനുള്ളിലായിരുന്നു അവരുടെ പ്രാർത്ഥന. ദൈവം ആ വേലിക്കെട്ട് പൊളിച്ചു കളഞ്ഞു. അന്നു മുതൽ ബോങ്കയുടെ കൺവെൻഷനുകളിൽ ആളുകളുടെ എണ്ണം കൂടാൻ തുടങ്ങി. 5 ലക്ഷം ആളുകൾ വരെ അദ്ദേഹത്തിൻ്റെ കൺവെൻഷനിൽ ഒരേ സമയം പങ്കെടുത്തിട്ടുണ്ട്. ബോങ്കെ തൻ്റെ തകർന്ന കൂടാരം വീണ്ടും പുതുക്കി പണിയാനാണ് ശ്രമിച്ചിരുന്നതെങ്കിൽ, കൂടാരം ശരിയാകുന്നതുവരെ സുവിശേഷ യോഗം മാറ്റിവെക്കുവാനാണ് തീരുമാനിച്ചിരുന്നതെങ്കിൽ ദൈവത്തിൻ്റെ കൃപകൾ നഷ്ടപ്പെടുത്തുമായിരുന്നു. അതുപോലെ നമ്മുടെ നല്ല പദ്ധതികളും നല്ല ആഗ്രഹങ്ങളും നന്മ നിറഞ്ഞ പ്രയത്നങ്ങളും തകർന്നടിയുമ്പോൾ നിരാശപ്പെടാതിരിക്കുക. അതിൽ നിന്നും കരകയറാൻ തലതല്ലി തളരാതിരിക്കുക. മറിച്ച് ശാന്തമായി ദൈവത്തിൻ്റെ സ്വരം കേൾക്കാൻ കാത്തിരിക്കുക. അപ്പോൾ തകർച്ചകളെ വിജയങ്ങളാക്കി മാറ്റുന്ന ദൈവത്തെ നമുക്കും മുഖാമുഖം കാണുവാൻ സാധിക്കും. പ്രിയമുള്ളവരെ, തകർന്നുപോയ സ്വപ്നങ്ങളെ ഓർത്ത്, തകർന്നുപോയ പ്രതീക്ഷകളെ ഓർത്ത്, തകർന്നടിഞ്ഞ ആഗ്രഹങ്ങളെ ഓർത്ത് നിരാശപ്പെടുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ശ്രദ്ധിക്കുക. തകർച്ചകളെ വിജയങ്ങളാക്കി തീർക്കുവാൻ കഴിവുള്ളവനാണ് നമ്മുടെ ദൈവം. നമ്മുടെ പ്രതീക്ഷയുടെ കൂടാരങ്ങളുടെ കയററ്റു പോകുമ്പോൾ ഓർക്കുക, അതിനു പിന്നിൽ ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശം ഒരിക്കലും നമ്മുടെ നാശത്തിനല്ല, പിന്നെയോ നമ്മുടെ അനുഗ്രഹത്തിനും നമ്മുടെ വളർച്ചയ്ക്കും മാത്രമാണ്. ഇത് വിശ്വസിക്കുവാൻ ഈ നോമ്പിലെ പ്രാർത്ഥനകളും ഉപവാസങ്ങളും ധ്യാനങ്ങളും നമ്മെ സഹായിക്കട്ടെ. സസ്നേഹം, ഈപ്പനച്ചൻ.